അങ്ങനത്തെ ആരാധന ഒരിക്കലും ബ്രേക്ക് ആവില്ല. എനിക്ക് ഒരിക്കലും ബ്രേക്ക് ആയിട്ടില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിന്റെ അടുത്ത് ഭയങ്കര ആരാധനയാണ്. To call him Lalita, I have some trouble, I have some problem, can you help me? Angana chodikkum, of course, he will not even think twice. He will definitely help you out. So, that kind of a person to be your friend is definitely a blessing. നമ്മൾ അഭിനയിക്കുന്ന കാണുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പിന്നെ പ്ലേ ബാക്കിൽ നോക്കുമ്പോഴാണ് ഇത്രയൊക്കെ എപ്പോഴാ ചെയ്തത്, അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവൂല. പിന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ആക്ടറും കൂടെയാണ് ലാലേട്ടൻ. ഞാൻ ആദ്യം ചെയ്ത സീൻ ആ ഇൻട്രോഗേഷൻ സീനാണ് ദൃശ്യം 1 ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. നമുക്ക് തരുന്ന ഒരു ധൈര്യമില്ലേ, ആ ഒരു പ്രസൻസ് തരുന്ന ധൈര്യം, ഡു ഇറ്റ്, ഐ ആം വിത്ത് യു എന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എനിക്ക് മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ലാലേട്ടൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ ഹി വിൽ നോട്ട് മേക്ക് us ഫീൽ ദാറ്റ് ഓ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പോലും ഫീൽ ചെയ്യുന്നത്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ആൾക്കാരെ പോലെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്, അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ട്. അങ്ങനെ ലാലേട്ടൻ ഇസ് ലൈക്ക് ദാറ്റ്. അത് ആ സമയത്ത് ആ റാണിയുടെ ക്യാരക്ടർ ഒരു നോർമൽ ഒരു ഹൗസ് വൈഫാണ്. എന്ത് സ്റ്റേച്ചറിലുള്ള ആയാലും ദേ വിൽ ഡെഫിനറ്റ്ലി കം ഡൗൺ ഫോർ ദെയർ ഡോട്ടർ, ഫോർ ദെയർ ആരായാലും അങ്ങനെ ചെയ്യും, ആരായാലും ദേ വിൽ പ്ലീഡ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടാണ് ഇതിൽ. വെറുതെ ഒരു സസ്പെൻസ് ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു സസ്പെൻസ് ഞാനും തരണ്ടേ. എന്താണ് എന്റെ ക്യാരക്ടറിന്റെ ഇലാബറേഷൻ തരും, എന്തൊക്കെയാ സീൻസ് എന്ന് പറഞ്ഞു. ജിത്തു സാർ എപ്പോഴും പറയണത്, നീ അതൊന്നും നീ കേൾക്കണ്ട, നീ അങ്ങോട്ടേക്ക് വാ, വന്നിട്ട് അവിടെ ആ സമയത്ത് ചെയ്താൽ മതി എന്ന് പറയും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ 3ാം വരവിന് വേണ്ടി ഒരുങ്ങുകയാണ്. ദൃശ്യം 3 ഈ മാസം 21 തിയേറ്റേഴ്സിലെത്തുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ സ്വന്തം മാർക്കുള്ള ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ്, അതാണ് ദൃശ്യം ഫ്രാഞ്ചൈസ്. ദൃശ്യത്തെ പറ്റി സംസാരിക്കാൻ ദൃശ്യത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീ കരുത്താണ് എന്നോടൊപ്പം ചേരുന്നത്. മീന മാം നമസ്കാരം. നമസ്കാരം. ആശ ശരത് മാം, വീണ നമസ്കാരം. ഈ മലയാളിക്ക് മാത്രം പ്രൗഡായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാനത് ജിത്തു സാറിനോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ആറന്മുള കണ്ണാടി, അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ, അതുപോലെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ്, അത്രയും ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ കൊറിയൻ പടങ്ങളുടെ ടെസ്റ്റുകളോടൊപ്പം ഒക്കെയാണ് ദൃശ്യം ആളുകൾ പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അളവുകോല അത്രയാണ്. പിന്നെയും 3ാമത്തെ വട്ടം ഇതിനോടൊപ്പം ചേരുന്നു. അപ്പോൾ ഓരോ വട്ടം ചേരുമ്പോഴും എത്രമാത്രം ആ ഒരു ഭാരമുണ്ട് ഈ ഇത്രയും വലിയ ഫ്രാഞ്ചൈസിൻ്റെ കൂടെ, ഈ ഒരു ഇൻ്റർനാഷണൽ ഷെഫിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് എത്രമാത്രം പേഴ്സണലി ഫീൽ ചെയ്യാറ്? അല്ല, എല്ലാവർക്കും പ്രതീക്ഷയുള്ള അല്ലെ, എങ്ങനെയാവും എന്നുള്ള ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ചിത്രമാണ്. അതൊരു ഭാരമൊന്നും അല്ല കേട്ടോ, അതൊരു സന്തോഷമാണ്. അങ്ങനത്തെ ഒരു സിനിമയിൽ നമുക്കൊരു ഭാഗമാകാൻ പറ്റുന്ന ഒരു സന്തോഷമാണ്. പിന്നെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്നുള്ളൊരു പ്രാർത്ഥനയും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഓഫ് കോഴ്സ് ഉണ്ടാവും. അല്ല, അതൊരു ഭാരമൊന്നും അല്ല, അതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മാം, ഞാൻ എപ്പോഴും മാമിൻ്റെ ഒരു ലൈഫ് ആലോചിച്ചിട്ട് വണ്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാമിൻ്റെ കൂടെ തുടങ്ങിയ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവർ പലരും ഇപ്പോൾ നമ്മൾ ചില റിയാലിറ്റി ഷോയിലൊക്കെ കാണുമ്പോഴാണ് ഇവർ പണ്ടൊരു ആക്ടർ ഉണ്ടായിരുന്നല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷെ മാം കണ്ടിന്യൂസ്ലി ഒരു 5 ഡെക്കേഡായിട്ട് റെലവൻ്റ് ആണ് എല്ലാ കാര്യത്തിലും. എന്തെങ്കിലും ഒരു പടമായിട്ട് എല്ലാ കാലത്തും വളരെയധികം, ഇപ്പോൾ ഒരു സമയത്ത് മുത്തു ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചന്ദ്രോത്സവം ആണെങ്കിൽ, ദൃശ്യമാണെങ്കിൽ, എല്ലാ ഡെക്കേഡിലും ഒരാൾ റെലവൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഇതെങ്ങനെയാ സാധിക്കണേ? ഹൗ യു സ്റ്റേ റെലവൻ്റ്? എന്താ പറയാൻ, ഇതിന് ഞാൻ എന്താ പറയാ, just thankful for my stars. Grateful, thanks for the Almighty. ഇപ്പൊ എന്ത് മീഡിയം ഓഫ് എന്റർടൈൻമെന്റ് എടുത്താലും ശരി, ഇപ്പൊ റിയാലിറ്റി ഷോസ്, വെബ് സീരീസ്, റോസ്ലിൻ ഭയങ്കര വർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാ ഈ അപ്ഡേഷൻ പ്രോസസ് എങ്ങനെയാ നടക്കണേ? സത്യം പറഞ്ഞാൽ അറിയില്ല. ബിക്കോസ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു എനിത്തിങ് ദാറ്റ് ചാലഞ്ചസ് മീ, എനിത്തിങ് ദാറ്റ് ഇൻട്രസ്റ്റ്സ് മീ. അങ്ങനെയാണ് ആദ്യം മുതൽ. സോ എന്ത് സിനിമ ചെയ്താലും, ഏത് ക്യാരക്ടർ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഐ എം ഓൾവേസ് ഇൻട്രസ്റ്റഡ്. സോ അങ്ങനെയാണ് ഈ റോസ്ലിനൊക്കെ ചെയ്തത്. ആൻഡ് ഓൾസോ ഈ OTT എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ, ആൻഡ് ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ് ഓൾസോ. സോ അങ്ങനെ anything interesting, anything challenging, I'm in for it. Great. ദൃശ്യത്തില് ക്യാരക്ടറിന്റെ പേരെന്താ? അതെങ്കിലും ഒന്ന് പറയോ? അതെങ്കിലും അറിയൂല. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടാണ് ഇതില്. അത് ഇൻവെസ്റ്റിഗേറ്റീവ് പേരില്ലാത്ത
വെറുതെ ഒരു സസ്പെൻസ് ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു സസ്പെൻസ് ഞാനും തരണ്ടേ. ആ ആ ആ. ഇപ്പൊ ദൃശ്യത്തിലേക്കാണ് ഇന്നാവുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇഷു ഇനി ഞാൻ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കണമല്ലോ, അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടായിരുന്നോ? ഇച്ചിരിയൊക്കെ. ആ എനിക്ക് തോന്നുന്നു അവിടെ ചായ കൊടുക്കാൻ വന്ന ചേട്ടൻ്റെ അടുത്ത് പോലും NDA സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും ജിത്തു സാർ. അപ്പൊ അതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ആ ആ ആ ആ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കും ഞാൻ അഭിനയിച്ച സീൻസ് മാത്രമേ അറിയുള്ളൂ എന്തൊക്കെയാണെന്ന്. അതിന് കൂടുതലൊന്നും അങ്ങനെയല്ലേ പറയുള്ളൂ. എങ്ങനെയാ ജിത്തു സാർ കഥ പറഞ്ഞു തരിക? അപ്പൊ ഈ വീണയുടെ പോർഷൻസ് മാത്രമാണോ, അതോ വീണയും ഞങ്ങളെ പോലെ ചോദിച്ചിട്ടുണ്ടോ ജോർജ് കുട്ടി ലാസ്റ്റ് പിടി കൊടുക്കുമെന്ന്? ഞാൻ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. എന്നെ ആദ്യം വിളിച്ചപ്പോ തന്നെ ക്യാരക്ടറിന്റെ ഔട്ട്ലൈൻ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കുറെ പ്രാവശ്യം വിളിച്ചു, എന്താണ് എന്റെ ക്യാരക്ടറിന്റെ ഇലാബറേഷൻ തരും, എന്തൊക്കെയാ സീൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ജിത്തു സാർ എപ്പോഴും പറയണത്, നീ അതൊന്നും നീ കേൾക്കണ്ട, നീ അങ്ങോട്ടേക്ക് വാ, വന്നിട്ട് അവിടെ ആ സമയത്ത് ചെയ്താൽ മതി എന്ന് പറയും. ഞാൻ പിന്നെയും ഒരു ടെൻഷൻ, കാരണം ദൃശ്യം പോലത്തെ ഒരു പടമല്ലോ, എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറ് വിളിച്ചു ചോദിക്കും. എന്നാലും എന്താണ് ക്യാരക്ടറൈസേഷൻ, എന്താ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒന്നും ചെയ്യണ്ട, നീ അവിടേക്ക് വന്നാൽ മതി. ഇപ്പൊ ദൃശ്യത്തിന് മൊത്തം ഫ്രാഞ്ചൈസ് എടുത്ത് നോക്കിയാൽ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് റാണി. കാരണം റാണിയിലൂടെയാണ് പല കാര്യങ്ങളും പുറത്തേക്ക് പോകുന്നത്, പുറത്തറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജോർജ് കുട്ടി റാണി തമ്മിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ പോലും ഇപ്പം ഈ ഡെഡ് ബോഡി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പോലും റാണിയുടെ അടുത്ത് അത് കൺവേ ചെയ്യാത്തതൊക്കെ അദ്ദേഹമാണ്. സോ ഈ ഒരു ഡെലിക്കസി ഉണ്ടല്ലോ, അതായത് എല്ലാ കാര്യങ്ങളും അറിയാം, എന്നാലും ഇത് ആരോട് പറയണമെന്ന് അറിയില്ല, ചിലപ്പോൾ കുറേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞു പോവുകയും ചെയ്യും. ഈ 3 പാർട്ടിലും എന്തായിരുന്നു ജിത്തു സാർ തരുന്ന ഡിസ്ക്രിപ്ഷൻ അബൌട്ട് റാണി? ഈ റാണി എന്ന് പറയുന്നത് ഇറ്റ്സ് അവരുടെ ഒരു ലോകം, വളരെ ചെറിയ ലോകം. ഇറ്റ്സ് ഓൺലി ദ ഹസ്ബൻഡ്, ചിൽഡ്രൻ, അവരുടെ വീട്, അത്ര ഒരു ചെറിയ ഒരു ലോകമാണ്. ആൻഡ് ഷീസ് ക്വൈറ്റ് ഇന്നസെന്റ് ഓൾസോ. ആൻഡ് ഓൾസോ ഫാമിലി എന്ന് പറയും വന്ന ഷീസ് വെരി ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് അബൌട്ട് ഹർ ഫാമിലി. സോ അതിനുവേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം അറിയാതെ തന്നെ എന്തെങ്കിലും തെറ്റാത്ത ചെയ്യുന്ന ഒരു ഇന്നസെന്റ് ക്യാരക്ടറാണ് റാണി. സോ അതുകൊണ്ടാണ് ജോർജ് കുട്ടി റാണിയോടൊപ്പം കൂടെ ഒന്നും പറയാതെ പല കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഐ വുഡ് സേ റാണി ഈസ് എ വെരി സ്വീറ്റ്, ഇന്നസെന്റ് ആൻഡ് ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് അബൌട്ട് ഹർ ഫാമിലി. അതാണ് റാണിയുടെ ക്യാരക്ടർ. ആൻഡ് മാത്രമല്ല, ആലോചിച്ച് നോക്കിയാൽ സിനിമയിൽ അമ്മ എന്ന് പറയുമ്പോൾ ഗീത പ്രഭാകർ ക്യാരക്ടറും ശരി, എൻ്റെ ക്യാരക്ടറും ശരി, വി ആർ മോർ പ്രൊട്ടക്റ്റീവ് അബൌട്ട് ദ ഫാമിലി. ഈ ഫാമിലിക്ക് വേണ്ടി, മോക്ക് വേണ്ടി, മോന് വേണ്ടി അവർ എങ്ങനെ, ഹൗ ക്യാൻ ദേ പ്രൊട്ടക്ട് ദർ ഫാമിലി? അതാണ് ആക്ച്വലി they go to any length, they go to anywhere, any length to protect their family. അതാണ് ആക്ച്വലി ഒരു ഈ ഇമോഷൻസ് അണ്ടർ കറന്റ് ഉള്ള ഒരു സിനിമ, ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഗീത പ്രഭാകറിന്റെ കാര്യം എനിക്ക് ആലോചിച്ചിട്ട് പലപ്പോഴും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം പ്രഭാകരൻ ഓൾറെഡി മകൻ എന്തോ മോശമായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മകൻ ആളുകളെ വേദനിപ്പിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ട്, അതിൽ ആൾ കുറച്ച് കൺവിൻസ്ഡാ. പക്ഷെ ഗീത പ്രഭാകർ ഒരു തവണ പോലും മകൻ എന്തെങ്കിലും റോങ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ കൺവിൻസ്ഡേ അല്ല. അതുകൊണ്ടാണ് അവരുടെ ക്രൂരത ഒരിക്കലും, ക്രൂരത വെച്ചാൽ നമ്മൾ ജോർജ് കുട്ടിയുടെ സൈഡിൽ നിന്ന് കാണുമ്പോൾ ക്രൂരത കേട്ടോ, ക്രൂരത ഒട്ടും കുറയാത്തത്. ഈ വട്ടമെങ്കിലും ഗീത പ്രഭാകർ മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുക. ഗീത പ്രഭാകർ ഒരിക്കലും ഒരു ക്രൂരയായിട്ടുള്ള സ്ത്രീയോ അങ്ങനെയൊന്നും അല്ലല്ലോ. എല്ലാ മക്കൾക്കും അല്ലെങ്കിൽ എല്ലാ അമ്മമാർക്കും കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറയുന്ന പോലെ എൻ്റെ കുട്ടി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള എല്ലാ റൈറ്റും ആ ഒരു അമ്മയ്ക്കുണ്ടല്ലോ, ഗീതാ പ്രഭാകറിനുണ്ടല്ലോ. ഗീതാ പ്രഭാകർ ഒരിക്കലും പറയുന്നില്ല അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവർക്കും ഒരു ജസ്റ്റിസ് വേണ്ടേ. എവിടെയാണ് മകൻ എന്ന് അറിയാനുള്ള എല്ലാ അർഹതയും ആ അമ്മയ്ക്കില്ലേ. അല്ലാതെ തെറ്റ് ചെയ്തതുകൊണ്ട് കൊന്നുകളയോ അല്ലെങ്കിൽ കളഞ്ഞു കളയോ കാണാതെ പോട്ടെ എന്നൊന്നും ഒരു അമ്മയും ആഗ്രഹിക്കില്ലല്ലോ. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടോട്ടെ, പക്ഷെ എൻ്റെ മകൻ എവിടെയെന്നുള്ള അതറിയാനുള്ള ഒരു തീർച്ചയായിട്ടും അമ്മയ്ക്കൊരു അർഹതയുണ്ടല്ലോ. അതാണ് ഗീതാ പ്രഭാകറിന്റെ വേർഷൻ. 2 ഡയലോഗുകൾ ആളുകൾ പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണും, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആവേശമുള്ളതാണ്. ഒന്ന്, വെറും 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി മാത്രമല്ല അവന് എന്നുള്ളത്. 2, അവൻ കളി തുടങ്ങി എന്നുള്ളത്. 3ാം ഭാഗത്തിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ഇവനത് നിർത്തില്ല അല്ലേ, അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹമുള്ള ഡയലോഗ് ഉണ്ടോ?
അയാളെ നമുക്ക് തോൽപ്പിക്കുക എളുപ്പമല്ല. എന്ത്? അയാളെ തോൽപ്പിക്കുക നമുക്ക് ഒരിക്കലും എളുപ്പമല്ല. അങ്ങനെ എന്തെങ്കിലും ഓക്കെ, അത് പറയണ്ട. ഈ 2 ഡയലോഗ്സും പറയുമ്പോ അറിയായിരുന്നു ഇത് ഇത്രയും വർക്കാവും, ഇത്രയും ഇത് തിയേറ്ററിൽ ഇതൊരു ഓളമായിരിക്കും, തിയേറ്ററിലും ഹോം സ്ക്രീനിലും. ഈ 2 ഡയലോഗ് പറയുമ്പോൾ സ്പെസിഫിക്കലി എന്തായിരുന്നു ഇമോഷൻ? ദൃശ്യം ദൃശ്യം 1 അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. ഓഫ് കോഴ്സ് കഥാപാത്രത്തിനെ കുറിച്ച് അറിയാം, പക്ഷേ ഈ ഒരു ഡയലോഗ് ഇങ്ങനെ ആൾക്കാരുടെ മനസ്സിലുണ്ടാവും, ഇത്രയും ഏറ്റെടുത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. ദൃശ്യം 2 വരുമ്പോഴും ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു പ്രതീക്ഷ, ഓക്കെ ഇതൊരു പഞ്ചാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആദ്യത്തേനും നമുക്ക് അറിയില്ലല്ലോ, ഒന്നും അറിയില്ല അതെങ്ങനെ സിനിമ എങ്ങനെ വർക്ക് ആവും, അല്ലെങ്കിൽ എത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ജോർജ് കുട്ടിയും കുടുംബം എന്ന് പറയുന്നത് പ്രേക്ഷകർ അവരായി തന്നെ കാണുന്നൊന്നും നമുക്കറിയില്ല. സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ജനങ്ങളുടെ പൾസും അറിയാം, സിനിമയുടെ ഒരു പോക്കറിയാം. രണ്ടാമത്തെ അത് എനിക്ക് തോന്നിയിരുന്നു ചിലപ്പോൾ ആ ഒരു ഡയലോഗ് ആൾക്കാർക്ക് പഞ്ചാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയിരുന്നു. ഇപ്പൊ ലാൽ സാർ ഒട്ടും പ്ലാൻ ചെയ്യാതെ അഭിനയിക്കുന്ന ഒരാളാണ്. നമുക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏറ്റവും നാച്ചുറലായ ആക്ടറായിട്ട് തോന്നുന്നത്. സോ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. സോ അത് എപ്പോഴെങ്കിലും ഒരു ചാലഞ്ചായിട്ട് ബിൽഡായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ പല ഡയലോഗുകൾ ഇപ്പോൾ നമ്മുടെ പോലീസ് പിടിക്കുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ജനലിൻ്റെ കമ്പി പിടിച്ചിട്ടാണ് ലാൽ സാർ ഡയലോഗ് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് പെട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് രക്ഷപ്പെടാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ ആ സത്യം എന്നോടൊപ്പം മണ്ണിലലിയട്ടെ എന്നൊക്കെ പറയുമ്പോൾ പത്രത്തിൽ വായിക്കുന്നത് പോലെ തന്നെയാണ് മീനയുടെ അടുത്ത് ഫേസ് ചെയ്ത് പറയുന്നത്. സോ ആക്ച്വലി ഒരു മുഖം തരാതെ അഭിനയിക്കുക ചെയ്യുന്നത്. അതായത് മീന ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ മാമിൻ്റെ അടുത്ത് മുഖം തരാതെ പോലും അദ്ദേഹം പെർഫോം ചെയ്യും. സോ അത് ഭയങ്കര കൺവിൻസിങ് ആണ്. പക്ഷെ ആ ഫ്രെയിമിനകത്ത് നിൽക്കുമ്പോഴേ ഇദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല, അതൊരു ടെൻഷനായിട്ട് എപ്പോഴും ബിൽഡ് ആവുമോ? കഥ നമുക്ക് ആദ്യം തന്നെ അറിയാലോ, അതിന്റെ ആ സീനിന് എത്ര വേണോ എന്ത് വേണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, വി ഓൾറെഡി നോ ദ സ്റ്റോറി, സോ വി ഓൾറെഡി നോ ദ സീൻ. സോ ഇറ്റ് ഈസ് ഓൺലി ഹിസ് പെർഫോമൻസ്. അത് എങ്ങനെ അവർ ചെയ്യുന്നുണ്ട്, എത്ര ഇമ്പാക്റ്റ് അത് വരും, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവരെങ്ങനെ ഉണ്ടാവും, അങ്ങനെ തോന്നില്ല. ബിക്കോസ് വി ഓൾറെഡി നോ ദ സീൻ, വി ഓൾറെഡി നോ ദ സ്റ്റോറി. സോ അങ്ങനെ തോന്നില്ല. ബട്ട് ഓഫ് കോഴ്സ് വർക്കിംഗ് വിത്ത് ലാലേട്ടൻ വാസ് ലൈക്ക് ഓൾവേസ് ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഒരു ലൈൻ എഴുതിയിട്ടുണ്ടായിരുന്നു ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ, ഭയങ്കര ഇൻസൈറ്റ് ഉള്ള ഒരു ലൈൻ ആയിരുന്നു. അതായത് ടു കോൾ ഹിം എ co-star ഇറ്റ്സ് an honor, but as a friend it's a blessing എന്നുള്ളത്. Why is he blessing? എന്താ പറയാ, he's a legend. He's somewhere, but he still chooses to be very normal, very friendly with all of us. ഞങ്ങളെ പോലെ തന്നെയാണ്, ഞങ്ങളോടൊപ്പം സംസാരിക്കുന്നതും, we sit and eat and sit and joke with us. This is like, he doesn't have to. അവരുടെ സ്റ്റേറ്റസിന് അതൊന്നും വേണ്ട, but he still chooses to be very grounded, very normal like us and be with us. It's a nice thing, and to call him a friend is definitely a blessing. Definitely a blessing. To call him Lalita, I have some trouble, I have some problem, can you help me? Angana chodikkum, of course he will not even think twice. He will definitely help you out. So that kind of a person to be a friend is definitely a blessing. Nice. Yeah. And he, not just him, his whole family, everybody. And I mean, I know him since etra kollaite, from Varna Pagette times, from 90s, so it's quite a long travel with Laletan and family. And ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിനുള്ള ഈ ഒരു സർപ്രൈസ് ഫാക്ടർ ഉണ്ടല്ലോ, എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പൊ വില്ലനിലൊക്കെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് കണ്ണുകളിൽ അത്രയും സങ്കടമാണ്, പക്ഷെ മുഖം കൊണ്ട് ചിരിക്കുകയാണ്. വളരെ റെയർ ആയിട്ട് മാത്രം അദ്ദേഹം അങ്ങനത്തെ എക്സ്പ്രഷൻസ് നമ്മൾ ആക്ടറിൽ കാണുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം ഡയലോഗുകൾ മുറിക്കുന്ന ഒരു വിധമുണ്ട്. ഇപ്പം ചന്ദ്രോത്സവത്തിലൊക്കെ അങ്ങനത്തെ വലിയ ലിറിക്കലാണ് ആ സിനിമ മൊത്തം. അപ്പൊ അത് അങ്ങനെ ഡയലോഗുകൾ പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഡയലോഗുകൾ മുറിക്കാൻ ഒരു പക്ഷേ ലോകത്ത് മോഹൻലാലിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ആക്ടറുടെ കൂടെ സ്ക്രീൻ ഷെയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കൂടി ഭാഗമായിട്ടുള്ള ഒരു സിനിമയിൽ എത്തുക, എന്താ അവിടെ നിന്ന് എടുക്കുന്ന ഒരു ടേക്ക് അവേ, എന്തായിരിക്കും ഒരു ലേണിംഗ്? ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ലാലേട്ടനെ പോലെ ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അത്രയും വലിയ സന്തോഷം. അതും എൻ്റെ ആദ്യത്തെ പടം, ലാലേട്ടനായിട്ടുള്ള ആദ്യത്തെ പടം ദൃശ്യം.
വേറെന്താ വേണ്ടേ? അങ്ങനെ ആ ഒരു ദൃശ്യം ജിത്തു ജോസഫ്, ലാലേട്ടൻ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ എനിക്ക് ലാലേട്ടൻ്റെ ആദ്യത്തെ പടത്തിൽ ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ നമ്മൾ അഭിനയിക്കണ കാണുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ പിന്നെ പ്ലേ ബാക്കിൽ നോക്കുമ്പോഴാണ് ഇത്രയൊക്കെ എപ്പോഴാ ചെയ്തത്, അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവൂല. പക്ഷെ മോണിറ്ററിൽ കാണുമ്പോൾ ഇത്രയൊക്കെ ചെയ്തു എന്ന് തോന്നും. എന്നുവെച്ചാൽ ഇത്രയൊക്കെ നേരിട്ട് കാണുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവൂല. അത് ഭയങ്കര കഴിവാണ്. അതെനിക്ക് തോന്നുന്നു ലാലേട്ടന് മാത്രമേ അതിനെ ജിത്തു പറ്റൂ. സാർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫസ്റ്റ് ദൃശ്യം 1 ഷൂട്ടിന്റെ സമയത്ത് ഫസ്റ്റ് ഷൂട്ട് ചെയ്തിരുന്ന അദ്ദേഹം ആ കാർ എടുത്തിട്ട് കോറിയിൽ കൊണ്ടുപോയിടുന്ന സീക്വൻസ് ആണ്. അപ്പൊ ഫോൺ കാർ പെട്ടെന്ന് ഇതാവുമല്ലോ, ഓൺ ആവുമ്പോ ഇതാവുമ്പോ അത് കണ്ട് ഞെട്ടുന്ന സീക്വൻസ് ആണ്. അപ്പൊ ഇത് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് പുള്ളിക്ക് ഒരു തൃപ്തിയില്ല. പക്ഷെ വൺസ് മോണിറ്ററിൽ നോക്കിയപ്പോ അത് പെർഫെക്റ്റ് മീറ്റർ ആയിരുന്നു. അത് ലാലേട്ടന് ആ ഒരു മീറ്റർ അറിയാം, ലൈക്ക് എത്ര ചെയ്താലും അത് മോണിറ്ററിന് കറക്റ്റ് ആവുക എന്നുള്ളത്. അത് പിന്നെ പിന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ആക്ടറും കൂടെയാണ് ലാലേട്ടൻ. ഒരു കോ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ ഞാൻ ആദ്യം ചെയ്ത സീൻ ആ ഇൻട്രോഗേഷൻ സീനാണ് ദൃശ്യം 1 ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ടെൻഷനിൽ, അതിന് മുമ്പ് ഞാൻ ഒരു ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു, കർമ്മയോധ. ബട്ട് സ്റ്റിൽ അതൊരു വൈഫ് റോളാണ്, ഒരു ഇത് അങ്ങനെയല്ലല്ലോ. പക്ഷെ നമുക്ക് തരുന്ന ഒരു ധൈര്യമില്ലേ, ആ ഒരു പ്രസൻസ് തരുന്ന ധൈര്യം, ഡു ഇറ്റ്, ഐ ആം വിത്ത് യു എന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എനിക്ക് മാത്രമല്ല, എല്ലാ ആക്ടേഴ്സിനും ലാലേട്ടൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ ഹി വിൽ നോട്ട് മേക്ക് us ഫീൽ ദാറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പോലും ഫീൽ ചെയ്യുന്നത്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്ന ആൾക്കാരെ പോലെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്, അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ട്. അങ്ങനെ ലാലേട്ടൻ ഇസ് ലൈക്ക് ദാറ്റ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും പോലെ അല്ലേ. അപ്പോൾ അശരത്തിനെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രൊഫഷണൽ നോക്കുമ്പോൾ നോക്കൂ, ഈ മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ, ഈ എല്ലാ കാലഘട്ടത്തിനും റെലവെന്റ് ആയിട്ടുള്ള ഒരു ആള്, വലിയൊരു താരാരാധനയുള്ള ഒരു മനുഷ്യൻ. അപ്പം പ്രൊഫഷണൽ എന്നുള്ള കാര്യം മാറ്റി നിർത്തിയാലേ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇൻസ്പയർ ചെയ്യിപ്പിക്കും. നമുക്കൊക്കെ എന്റർടൈനർ ആയിട്ടുള്ള ആളെ അടിക്കണം, എടാന്ന് വിളിക്കണം, ചീത്ത പറയണം. ആ താരാരാധന ബ്രേക്ക് ആയത് എപ്പോഴാ? 1 2 ഇപ്പൊ 3 അങ്ങനെ താരാരാധന ഒരിക്കലും ബ്രേക്ക് ആവില്ല. എനിക്ക് ഒരിക്കലും ബ്രേക്ക് ആയിട്ടില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിന്റെ അടുത്ത് ഭയങ്കര ആരാധനയാണ്, ആ ഒരു വ്യക്തിയുടെ അടുത്ത് കേട്ടോ. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് അതങ്ങ് ബ്രേക്ക് ചെയ്യാം. ഓഫ് കോഴ്സ് വളരെ അടുത്തൊരു സുഹൃത്തും ഒക്കെയാണ്. ബട്ട് സ്റ്റിൽ ഒരു നമുക്ക് ആ ഒരു റെസ്പെക്ട് തോന്നുന്ന, അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഇൻസിഡൻസ് അദ്ദേഹം തന്നെ നമുക്ക് തരും. എക്സാമ്പിൾ പറയുകയാണ്, അദ്ദേഹം ഇപ്പം നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത്, ഫാൽക്കെ അവാർഡ് മേടിക്കാൻ പോകുന്ന സമയത്ത്, ഞാൻ അതിന് മുമ്പ് ആ സമയത്ത് ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, അപരാജിത എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ അപരാജിത എന്നുള്ള ടൈറ്റിൽ ലാലേട്ടൻ പറയണം എന്നുള്ളത്. അപ്പൊ അത് ലാലേട്ടൻ നേരത്തെ സംസാരിച്ചു ശരി തരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എഡിറ്റ് ആയിരുന്നു, പെട്ടെന്നായിരുന്നു അവാർഡ് അനൗൺസ് ചെയ്തതും അദ്ദേഹം ഡൽഹിക്ക് പോയതൊക്കെ. അപ്പോൾ ആ സമയത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് വരുന്ന കാര്യമാണ്. പിന്നെ അന്ന് സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ് ഞാൻ, അന്ന് സ്റ്റുഡിയോ മിക്സ് ചെയ്യാണ്. അപ്പോൾ ലാലേട്ടൻ അന്ന് അവാർഡ് മേടിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മെസ്സേജ് അയച്ചു, വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചു, ഇങ്ങനെ സംഭവമാണ്. യു വോണ്ട് ബിലീവ്, ലാലേട്ടൻ കാറിലിരുന്ന് ഗ്ലാസ് സൺലൈറ്റിനും ലാലേട്ടനും കൂടെ, ലാലേട്ടൻ സുഹൃത്ത് സൺലൈറ്റിനും ഉണ്ടല്ലോ, ലാലേട്ടൻ ഗ്ലാസ് കയറ്റിയിട്ടിട്ട് കാറിലിരുന്നിട്ട് എനിക്ക് ആ ഫുൾ പ്രൊഡക്ഷൻ്റെ ടൈറ്റിൽ അപരാജിത എന്ന് മാത്രമല്ല, ഓരോ കഥാപാത്രത്തിനെ കുറിച്ച് 4 സ്ത്രീ കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് പ്രൊഡക്ഷനാണ്. അത് ആ കാറിലിരുന്ന് ലാലേട്ടനെ എനിക്ക് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. എന്നിട്ടായിരുന്നു അവാർഡ് മേടിക്കാൻ പോയത്. അത്ര അധികം സൗഹൃദത്തിനും കലകൾക്കും കലാകാരികൾക്കും ഒക്കെ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു താരാരാധന നമുക്ക് ഒരിക്കലും മാറില്ല. ഒരു വ്യക്തി ആരാധന എന്ന് വേണമെങ്കിൽ അത്രമാത്രം നമ്മൾ അഡ്മയർ ചെയ്തു പോകുന്ന ഒരു വ്യക്തിത്വമാണ് എല്ലാ രീതിയിലും. സോ അതൊന്നും ഒരിക്കലും പോകില്ല. എന്റെ ആത്മാവാണ്, എന്റെ ജീവശ്വാസമാണ് സിനിമ എന്നല്ലേ പറഞ്ഞത്. സിനിമയും നോട്ട് സിനിമ, ആർട്ട്. ഇപ്പൊ ഡാൻസിനെയൊക്കെ ആണെങ്കിലും അത്ര ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ അതൊന്നും പറഞ്ഞു തരേണ്ട. ഇത് മാത്രം, ഇതിനു മുമ്പുള്ള പ്രൊഡക്ഷനൊക്കെ 1 മണിക്കൂറൊക്കെ ടി കെ രാജകുമാർ സാറും ഞാനും ചെയ്തൊരു പ്രൊഡക്ഷൻ, അദ്ദേഹം ഇരുന്ന് രാവിലെ 3 മണിക്ക് വെളുപ്പിന് വന്ന് ഒരു 1.5 മണിക്കൂർ ഡബ് ചെയ്തൊക്കെ തന്നു പോവാ. ഒന്നും നമുക്കൊന്നും ലാലേട്ടന് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? നമുക്ക് ആ ഒരു സ്നേഹം മാത്രമല്ലാതെ ലാലേട്ടന് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അത്രമാത്രം കലയും കലാകാരന്മാരും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ഒരിക്കലും ആ താരാരാധനയും വ്യക്തി എന്നുള്ള രീതിയിലുള്ള റെസ്പെക്റ്റ് ഒന്നും ഒരിക്കലും പോകുന്ന തോന്നണേ ഇല്ല, എനിക്ക് മാത്രമല്ല ഒരു മലയാളികൾക്കും.
മിനിമം പേഴ്സണലി ഏറ്റവും അധികം ഇമോഷണലി ചേർത്ത് വെക്കുന്ന ദൃശ്യം സീരീസിലെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ദൃശ്യം 1, 2 വെച്ചിട്ടുള്ള ഏത് സീനാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒന്ന് ഈ മകൾക്ക് വേണ്ടിയിട്ട് വരുണിനോട് അപേക്ഷിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവളൊരു ചെറിയ കുട്ടിയല്ലേ, അവളെ വെറുതെ വിട്ടുകൂടെ എന്ന് പറയുന്നത്. 2 ഇപ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്, എന്തായിരിക്കും നമ്മുടെ ഭാവി എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡിൽ സംസാരിക്കുന്നുണ്ട്. ഏതാണ് ഏറ്റവും ഇമോഷണലി ബുദ്ധിമുട്ടുള്ളായിരുന്നത്? ഏറ്റവും മൂവിങ് ഏതായിരുന്നു? അയ്യോ, രണ്ടും വെരി വെരി ഡിഫിക്കൽട്ട് ടു ചൂസ്. രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി ഇമോഷണൽ സീനാണ്. ദൃശ്യം 1 അതാണ് നിങ്ങൾ പറഞ്ഞതുപോലെ, അതാണ്. ബിക്കോസ് എന്തായാലും മോളല്ലേ, മോളുടെ ഭാവി, മോളുടെ ലൈഫ്, മോളുടെ അത് 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 ഓർത്തിട്ട് ചെറുപ്പക്കാരനായാലും ഇറ്റ്സ് ഓക്കെ, പ്ലീസ് എൻ്റെ മോളെ വിട് പ്ലീസ്, അങ്ങനെ ചോദിക്കുന്ന ആ സീൻ, ഇറ്റ്സ് എ വെരി വെരി ഇമോഷണൽ സീൻ. ഏതമ്മ എത്ര വാട്ട് എവർ ഷീ ഈസ്, യുനോ, അത് ആ സമയത്ത് ആ റാണിയുടെ ക്യാരക്ടർ ഒരു നോർമൽ ഒരു ഹൗസ് വൈഫാണ്. ബട്ട് ആ സമയത്ത് ദാറ്റ് അമ്മ ക്യാരക്ടർ ആരായാലും, ഇപ്പോൾ ഇറ്റ് വാസ് ലൈക്ക്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വെരി ബിഗ് പ്രൊഫഷണൽ, എന്തോ ഒരു വലിയ ഒരു പ്രൊഫഷണൽ ഒരു എന്ത് സ്റ്റേച്ചറിലുള്ള ആയാലും, they will definitely come down for their daughter, for their ആരായാലും അങ്ങനെ ചെയ്യും. ആരായാലും they will plead, they'll say please don't, അങ്ങനെ plead ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അത് that's a very emotional scene ആണ്. that is very nice scene, very important scene and favorite scene. അതേപോലെ ഇത്ര നടന്നിട്ട് പിന്നെ എന്തൊക്കെയോ ചെയ്ത്, എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ മാറ്റി കീറ്റി ചെയ്തിട്ട് എങ്ങനെ മോളുടെ ലൈഫ് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അയ്യോ, എൻ്റെ മോളുടെ ലൈഫ് പോയി പോവുമെന്ന ഒരു പേടിയിൽ കരഞ്ഞ് ജോർജ് കുട്ടിയോട് പറയുന്ന ആ സീൻ, ദാറ്റ് ഈസ് ഓൾസോ വെരി. അപ്പോൾ ആ സമയത്ത് ജോർജ് കുട്ടിയും വേണം, മോളും വേണം. എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോവോ, എൻ്റെ ഫാമിലി ഇങ്ങനെ ആയിപ്പോവോ, ആ പേടിയും ആ വേദനയും, ദാറ്റ് ഈസ് ഓൾസോ വെരി എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? രണ്ട് വെരി ഇമോഷണൽ, വെരി ബ്യൂട്ടിഫുൾ സീൻസ് ആണ്. സോ ഐ വുഡ് സേ ബോത്ത്. I can't just choose one. ഇപ്പൊ ദൃശ്യം 2 ഇവര് രണ്ടുപേരും ബുദ്ധി കൊണ്ട് കളിക്കുന്നു. ഇപ്പൊ ഗീതാ പ്രഭാകർ അവിടെ 2 പോലീസുകാരെ തന്നെ ദുരന്തറിനെ പോലെ 2 പേരെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെ ഇവിടെ അപ്പൊ ജോർജ് കുട്ടി തന്നെ മുമ്പിൽ കണ്ട് CCTV പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അന്ന് പക്ഷെ CCTV പ്ലേസ് ചെയ്തതിനേക്കാൾ അടിപൊളി ബുദ്ധിയായിട്ട് തോന്നിയത് ഇവർ രണ്ടുപേരും പ്ലേസ് ചെയ്തില്ല. കാരണം ഇവരിൽ നിന്ന് കറക്റ്റ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ അഞ്ജലിയുടെ ഒക്കെ മുഖം കണ്ടാലും നമുക്ക് എല്ലാ സത്യം തുറന്നു പറയാൻ തോന്നുന്നു. അപ്പൊ 2 കാണുമ്പോ ആരുടെ ബുദ്ധിയായിരുന്നു കുറച്ചുകൂടി അടിപൊളി തോന്നി, കുറച്ചുകൂടി ഷാർപ്പ്? ആരുടെ ബുദ്ധി എന്ന് വെച്ചാൽ പ്രഭാകരന്റെ ആയിരുന്നോ അതോ ജോർജ് കുട്ടി ആയിരുന്നോ? എന്റെ ടാക്ടിക് വൈസ് രണ്ടും കട്ടയ്ക്ക് കട്ടയല്ലേ. അതന്നെ ഇപ്പൊ എന്താ പ്രഭാകരന്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ പ്ലേസ് ചെയ്യാന്നുള്ളത്, അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ. പക്ഷെ അത് മുൻകൂട്ടി കണ്ടത് ലാലേട്ടൻ ഇതെല്ലാം ആദ്യം തൊട്ടേ എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാ ചിലപ്പോ സാധ്യതകൾ ഉണ്ടാവുക, ലൈക്ക് വാട്ട് ആർ ദ പോസിബിലിറ്റീസ്. ഈവൻ ഇവര് തുറന്ന് പറഞ്ഞാലും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു ഇത് ലാലേട്ടൻ ആദ്യം തന്നെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു വർഷത്തില് ഇപ്പൊ ആഗസ്റ്റ് 2, 3 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദൃശ്യം ഓർമ്മ വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയറായിട്ട് മാത്രം നടക്കുന്നതല്ലേ. സോ ആഫ്റ്റർ എഫക്ട് ഓഫ് ദൃശ്യം എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ലൈഫിൽ പേഴ്സണലി? ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആഗസ്റ്റ് 2, 3 ജോർജ് കുട്ടി പാറേപ്പള്ളി പോയ ദിവസം, അങ്ങനെയാണ് ഭയങ്കര നാച്ചുറലി വരുന്നത്. പാറേപ്പള്ളി 2021 പാറേപ്പള്ളി ആക്ച്വലി ചർച്ച പുതുക്കി പണിതുകൊണ്ടിരുന്ന സമയത്ത് മനോരമ റിപ്പോർട്ട് ചെയ്തത് ദൃശ്യത്തിൽ ജോർജ് കുട്ടിയും കുടുംബവും പോകുന്ന പള്ളി ആ പള്ളിയാണിത് എന്ന് സ്പെസിഫിക്കലി എടുത്ത് മെൻഷൻ ചെയ്തേക്കാം. അത്രയൊരു കൾച്ചറൽ റെലവൻസ് ഉണ്ട് ഇപ്പോൾ ആ പടത്തിന്. സോ ആഫ്റ്റർ ദൃശ്യം ഫ്രാഞ്ചൈസ് എന്തൊക്കെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട് ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ പെർഫോമർ? എല്ലാം മാറി മറിഞ്ഞില്ലേ, എല്ലാം മാറി മറിഞ്ഞു. ഞാൻ ഒരു സിനിമ ഒരു പ്രൊഫഷൻ ആക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുള്ള ആളല്ല. ഒരു രസത്തിനായിരുന്നു കുങ്കുമപ്പൂ എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ഒരു 1-2 സിനിമകൾ അഭിനയിച്ചു, അത്രേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷെ വീണ്ടും ദൃശ്യത്തിന്റെ തന്നെ തമിഴും കന്നഡവും ഒക്കെ പല പല മറ്റു ഭാഷകളിലേക്ക് എത്തിപ്പെടാൻ പറ്റി. ദൃശ്യം എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴും ഗീത ഐപ്പസിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നു. ഏത് സിനിമ വന്നാലും ആ കഥാപാത്രവുമായിട്ട് ആൾക്കാർ കമ്പയർ ചെയ്യുന്നു. സോ ജീവിതത്തിൽ ഒരു വലിയൊരു എനിക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ചിത്രമാണ് ദൃശ്യം. ഇപ്പൊ അമേരിക്കയിലാണോ അതോ നാട്ടിലാണോ? അമേരിക്കയില്ല, ദുബായില്. അല്ല ദീപ അല്ല പ്രഭാകർ. ഞാൻ character. ദുബായിലാണ്. അതെ അല്ലല്ല ക്യാരക്ടർ ദൃശ്യത്തിലെ ക്യാരക്ടർ. മനസ്സിലായി. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റും. ആശുശരത്ത് ദുബായിലാണ്. That's a good one. എന്തൊക്കെയാ മാം വന്ന വ്യത്യാസം ആഫ്റ്റർ? To be honest, ഞാൻ ദൃശ്യം 1 ചെയ്തപ്പോൾ ഇത്ര വലിയ ഒരു ഫ്രാഞ്ചൈസ് ആവുമെന്ന് വിചാരിച്ചില്ല. വി നെവർ, ഞാൻ മാത്രമല്ല ആരും വിചാരിച്ചിട്ടില്ല. നോബഡി എക്സ്പെക്ടഡ്. ചൈനീസ് റീമേക്ക് ഒക്കെ ചൈനീസ് റീമേക്ക് ഒക്കെ, പിന്നെ അത് വേറൊരു ലാംഗ്വേജിൽ ചെയ്യുന്നതും, പിന്നെ ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3. ഇറ്റ് ഈസ് ലൈക്ക്, ആൻഡ് ഇറ്റ്സ് എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുന്നത് പോലെ. ഇറ്റ് ബിക്കേം സോ ബിഗ്, ഇറ്റ്സ് സോ ബിഗ്. ആൻഡ് അതിൽ ഞാനൊരു ഭാഗമായിട്ടുള്ളത്. ഇറ്റ്സ് റിയലി വെരി ഹാപ്പി ആൻഡ് ത്രില്ലിംഗ് ആൻഡ് എക്സൈറ്റിംഗ് എന്നാ പറയണം ഞാൻ. ബിക്കോസ് ഐ റിയലി ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ്. ഇൻഫാക്ട് ദൃശ്യം 2 ചെയ്യുമ്പോൾ കോവിഡ് ടൈമിലാണ് ചെയ്തത്. ആന്റണി വിളിച്ചിട്ട് ഹി വാസ് ലൈക്ക്, ദൃശ്യം 2 ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ആക്ച്വലി ത്രിൽഡ്. ചെയ്യാലോ, ഓ വെരി ഗുഡ്. ഓ ഞാൻ ഇത് വിചാരിച്ചിട്ടില്ല. ദൃശ്യം 2 ഈ സീക്വൽ എന്ന് പറയുന്നതെല്ലാം വളരെ പുതിയതായിട്ടുണ്ടായിരുന്നു എനിക്ക്. You did any films before? No, first time. ഓ So അതുകൊണ്ട് നല്ല എനിക്ക് ഉദ്ഘാടനം. yeah, okay. And Jeetu called up, he narrated എല്ലാം over the phone. ഓക്കെ He told me the story. എല്ലാം കേട്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓ വാവ്, എന്റെ ക്യാരക്ടർ വളരെ നന്നായിട്ടുണ്ട് ദൃശ്യം 2. ഓക്കെ ഫൈൻ, ചെയ്യാം. എപ്പോ ഷൂട്ടിംഗ്? ഇപ്പൊ നെക്സ്റ്റ്. I was like, കോവിഡ് സമയത്ത് എങ്ങനെ ഷൂട്ടിംഗ്? That whole experience itself was so new. ദൃശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് I can't forget anything about ദൃശ്യം. ദൃശ്യം 1, ദൃശ്യം 2 and now ദൃശ്യം 3. എത്ര പ്രാവശ്യം ഞങ്ങളൊക്കെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അതെ, I had to come കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഡ്രസ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാ വന്നത് PPE ഞാൻ. kit, PP കിറ്റ് അതൊക്കെ ചെയ്തിട്ടാ. And വന്നിട്ട് then I had to like quarantine here for another 1 week. പിന്നെ they used to do the test. Then after the result I go for shoot. എല്ലാവരും, not artist മാത്രമല്ല, the whole unit they did that. ലൊക്കേഷന് പുറത്ത് പോയാൽ പിന്നെ തിരിച്ചു വരണമെങ്കിൽ വീണ്ടും കോവിഡ് ടെസ്റ്റ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ലൊക്കേഷനിൽ ആർക്കും ആ സമയത്ത് ഒരാൾക്കും കോവിഡ് വന്നില്ല. പോയാൽ എങ്ങാനും 2 ദിവസത്തിന് പോയാൽ തിരിച്ചു വരുമ്പോൾ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഉള്ളിൽ വന്നുകൊണ്ടിരുന്നത്. The whole unit was like in a bubble. Hotel, shoot. Hotel, shoot. അത്രേ ഉള്ളൂ. Oh, it was an experience, seriously. പ്രൊഡക്റ്റും അത്രയും Yeah. അത് ആവർത്തിക്കട്ടെ. പോണേക്ക് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നൈനികയുടെ ഓൺ സ്ക്രീൻ ഡാഡ് ഇന്ന് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. നൈനിക വിജയ് സാറിന്റെ ഈ അച്ചീവ്മെന്റ് ഒക്കെ അറിയുന്നുണ്ടോ? Oh yes, of course. അറിഞ്ഞു, and she even wished him. Okay, over the phone. Yeah. What She did was he so thrilled. She was very, very thrilled. എന്താ പറയാ. ഓക്കെ, ഇനിയും വരുമോ ദൃശ്യം 4? എന്തെങ്കിലും പറഞ്ഞു വെച്ചത് സാർ? ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് സമ്മതിക്കണം, ഇത്രയധികം രഹസ്യങ്ങൾ തലയിലേച്ചത്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ആ ഇന്റർനാഷണൽ പ്രൊഡക്റ്റിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. പറഞ്ഞ പോലെ ഇനിയും നിങ്ങൾക്ക് 2-3 ഡെക്കേഡും കൂടി ഈ ഓടാനുള്ള ഫ്യൂവൽ തരും ഒരുപക്ഷെ ദൃശ്യം 3യുടെ ഒരു വലിയ സക്സസ്. ഡെഫിനറ്റ്ലി അത് സംഭവിക്കട്ടെ, സിനിമ സംസാരിക്കട്ടെ. ആൻഡ് അദ്ദേഹം ഏറ്റവും വലിയ ക്രിമിനൽ മാസ്റ്റർ മൈൻഡ് ആയിട്ട് തുടരട്ടെ. നേരത്തെ ഒരുപാട് നമസ്കാരം. Thank you. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.